ഇത് മലപ്പുറം ജില്ലയിലെ കാക്കത്തുരുത്ത് എന്ന ഗ്രാമം. ഈ സുന്ദര ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിച്ചു പോരുന്നത്. തമ്മിലടിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത ഈ ഗ്രാമത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയണ്ടേ? കുഞ്ഞാമിന. പേര് പോലെയല്ല ആള്, ഭയങ്കര തന്റേടക്കാരിയായി. 5 പെൺമക്കളുള്ള കുഞ്ഞാമിനയെ ഉപേക്ഷിച്ച് കെട്ടിയോൻ മുങ്ങി. കാരണം 5 പെൺമക്കളായതുകൊണ്ട് തന്നെ. എന്നാലും കുഞ്ഞാമിനയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. തന്റെ പെൺമക്കളെ ആരെങ്കിലും നോക്കുകയോ ചിരിക്കുകയോ ചെയ്താൽ അവരുടെ തലയിൽ മക്കളെ കെട്ടിവെക്കുകയാണ് കുഞ്ഞാമിനയുടെ പതിവ്. അങ്ങനെ കുടുങ്ങിയതാണ് പോത്തു ഹംസയും ബീരാനും. ഇനിയും 3 പെൺമക്കൾ പുരനിറഞ്ഞു നിൽപ്പുണ്ട്. നാട്ടുകാർക്ക് കുഞ്ഞാമിനയെ പോലെ തന്നെ പെൺമക്കളെയും ഭയങ്കര പേടിയാണ്. കാരണം ഒന്ന് നോക്കിപ്പോയാൽ മേല് കുടുങ്ങിപ്പോയാലോ. എന്തായാലും ഇവരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. എന്താണ് ഹിമാറ കടന്ന് ഓളിയിടുന്നത്? അന്റെ വാപ്പ അബൂബക്കർ കിണറ്റി ചാടി ചത്ത. അതല്ല കുഞ്ഞാമിനാത്ത, നിങ്ങളുടെ 2 മരുമക്കളും കൂടി കവലെ കടന്ന് തല്ലുപിടിക്കുക. ഒരാളുടെ കയ്യിൽ കത്രിയും മറ്റവന്റെ കയ്യിൽ വെട്ടുകത്തി. നിങ്ങൾ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ മയ്യത്താവും. എന്റെ പടച്ചോനെ, എന്റെ കെട്ടിയൻ എന്ത് പറ്റി? വാ ഉമ്മ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഉമ്മ, എന്റെ പടച്ചോനെ. വാ ബഷീർക്ക, ചായ കുടിച്ചിട്ട് പോവാം. ഇങ്ങടെ ചായ ഞമ്മക്ക് വേണ്ടേ? അന്ന നമ്മൾ ശരിയാക്കി തരടാ. കേക്കല്ലേ പറഞ്ഞ അന്ന ഞാനിന്ന് കൊല്ലൂടെ ഹിമാറെ. അതിന് ഈ പോത്തായിട്ട് ഒരു ജന്മം കൂടെ ജനിക്കൂടാ പന്നീന്റെ മോനെ. ബാക്കി 3 എണ്ണത്തിനൂടെ കെട്ടിച്ച് സ്വത്തൊക്കെ നിനക്ക് കൈക്കലാക്കണം അല്ലടാ. സമ്മതിക്കൂടാ ഷെയ്ത്താനെ. അതിന് അന്റെ സമ്മതം ആർക്കും എന്നുള്ള പന്നി. അല്ല, എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം കണ്ടില്ലേ? തല്ല്. അത് മനസ്സിലായി. എന്തിനാ ഇതെന്നാ മനസ്സിലാവാത്തത്? കുഞ്ഞാമിനയുടെ ബാക്കി 3 ആളുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്ന ഹംസ. അത് നടത്തൂല എന്ന് വീരാൻ. 2 എണ്ണത്തിന്റെ നിക്കാഹ് ആര് നടത്തി കൊടുക്കുന്നോ അവനാണല്ലോ സ്വത്ത്. അതാണ് പ്രശ്നം. അന്ന ഞമ്മളൊന്ന് മയ്യത്താക്കി നിർത്തിയടാ. നിർത്താനല്ലേ പറഞ്ഞത്? അതിന്റെ മക്കളെ നിർത്താൻ എങ്ങോട്ടാണ്ടാ കൊണ്ടോണ്? ആചാരൻ, നിങ്ങളിതിൽ ഇടപെടണ്ട. ഇത് നമ്മുടെ അത് ശരി. ഓ, അറിയാത്ത പിള്ളേർക്ക് ചോറിയും പാടി കടയടയ്ക്ക് വേണം. അന്ന നമ്മൾ അടക്കൂടാ. നിർത്തിക്കോളേ, കുഞ്ഞാമിനാത്ത് വരുന്നുണ്ട്. ആര്? ബാപ്പ, കുഞ്ഞാമിനാത്തി പെമ്പിള്ളേരും വരുന്നുണ്ട്. ജമ്മോ ഓടിക്കോളി. എന്തു കുന്താണ്ട് നമുക്ക് നോക്കിക്കണ്. പുറക്കു പോടാ.
ഈയൊക്കെ വഴക്കൂടുന്നത്? കുഞ്ഞാമിനാത്ത ഇവര് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് ഇത്തിരി സ്നേഹം തലക്ക് പിടിച്ചപ്പോ രണ്ടും കൂടെ തമ്മിലടിച്ചതല്ലേ. അല്ലാണ്ട് ഇപ്പൊ പരസ്പരം വെട്ടിച്ചാവാനൊന്നും അല്ലാന്ന്. ഇവര് തമ്മിൽ പരസ്പരം വെട്ടിച്ചാവില്ലെന്ന് ഞമ്മക്കറിയാം. ഇവരെ ഞമ്മള് തന്നെ കുത്തിക്കറണ കാര്യം ഞമ്മളീ പറഞ്ഞത്. ഇക്ക നിങ്ങള് വരും, നമുക്ക് പോവാം. ബായിക്ക, നമുക്ക് വീട്ടിൽ പോവാം. സുൽഫത്തും പാത്തും ഇവ രണ്ടാളെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളി. ഇവിടുന്ന് പോട്ടടാ തരാം. കണക്കും വെച്ചിട്ടുണ്ട്. ബീരാനെ, ഹംസേ, ഇത്തിരി പോന്ന ജീവിതം പടച്ചോ നിങ്ങൾക്ക് തന്നത് പരസ്പരം കലഹിക്കാനല്ല, സ്നേഹിക്കാനാണ്. നിങ്ങള് രണ്ടുപേരും ഇപ്പൊ ഒറ്റത്തടിയല്ല. നിങ്ങളെ വിശ്വസിച്ചും സ്നേഹിച്ചും മാത്രം ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇപ്പൊ നിങ്ങളുടെ കൂടെയുണ്ട്. ഇങ്ങനെ തമ്മിലടിക്കാൻ തോന്നുമ്പോ അവരെ കുറിച്ചൊന്ന് ഓർത്താ നിങ്ങക്ക് കൊള്ളാം. എന്ത് നല്ല സ്ത്രീ ആമിന താത്ത. ഒരു പറഞ്ഞ എത്ര ശരിയാ. അതെ അതെ. അല്ല ഹാജരെ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോയ്ക്ക് ഇജ്ജ് നമ്മളെ കൂടപ്പുറപ്പിന്റെ മാര്യ ചോയ്ക്ക്. നിങ്ങളുടെ രണ്ടാമത്തെ മകനില്ലേ ബഷീർ? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലേ? അവൻ തന്നെ. അവനെ കൊണ്ട് നമ്മുടെ കുഞ്ഞാമനാത്തയുടെ മോളെ നിക്കാതെ എടുപ്പിച്ചാലാ. മൂന്നാമത്തെ മോളുമായിട്ട് നല്ല ചേർച്ചലാവൻ. ആനക്ക് ഇന്റെ മോനെ തന്നെ വേണല്ലടാ ബലിയാടാക്കാൻ. 10 പൈസ സ്ത്രീധനം കിട്ടൂല, നാണക്കേടാണേ ബാക്കി. മേലാലുമ്മാര് വല്ല വർത്താനവും പറഞ്ഞു വന്നാലല്ല നാക്കി നമ്മള് പീത് എറിഞ്ഞാളും. കൊള്ളഹി മാറേ. അല്ല ഹാജരെ, താത്തന്റെ മോളെ കേട്ടിനെക്കാട്ടും നല്ലത് അറക്കാൻ കൊടുക്കണേ. നമ്മള് കുടുങ്ങിയ പോലെ ഇനി ആരെയാ പടച്ചോനൊന്ന് കൊടുക്കാൻ പറ്റണേ? ചില്ലോലും സ്വപ്നങ്ങളാൽ തീർത്ത കൊട്ടാരക്കെട്ടിലെ സുൽത്താനാവാൻ കുന്നോളം മോഹങ്ങൾ ഒന്നായി വളർന്നല്ലോ. കിന്നാരപ്പൂമുല്ല പൂവിട്ടല്ലോ. കണ്ണാടിച്ചില്ലോലും സ്വപ്നങ്ങളാൽ തീർത്ത കൊട്ടാരക്കെട്ടിലെ സുൽത്താനാവാൻ കുന്നോളം മോഹങ്ങൾ ഒന്നായി വളർന്നല്ലോ. കിന്നാരപ്പൂമുല്ല പൂവിട്ടല്ലോ. കണ്ണോരം കണ്ടപ്പോൾ കരളിൽ കൊണ്ടു, കനവായി വിരിഞ്ഞപ്പോൾ മനസ്സും തന്നു. കണ്ണോരം കണ്ടപ്പോൾ കരളിൽ കൊണ്ടു, കനവായി വിരിഞ്ഞപ്പോൾ മനസ്സും തന്നു. കണ്ണാടിച്ചില്ലോലും സ്വപ്നങ്ങളാൽ തീർത്ത കൊട്ടാരക്കെട്ടിലെ സുൽത്താനാവാൻ കുന്നോളം മോഹങ്ങൾ ഒന്നായി വളർന്നല്ലോ. കിന്നാരപ്പൂമുല്ല പൂവിട്ടല്ലോ. കാറാത്ത മനുഷ്യ എന്നാടിയത്? ഇവിടെ 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 അലക്ക് കിട്ടിയത്. ഒന്ന് പതുക്കെ പിടിയടി പാത്തു. നമുക്കുകള് അനക്കൊക്കെ വേണ്ടിട്ടാണ് ഞാൻ ഈ തല്ല് മൊത്തം മേടിച്ചത്. എന്നിട്ട് എന്റെ കരച്ചിന് വേണ്ടിട്ട് കുണുകുണാന്ന് ചിരിക്കണ. ഇറങ്ങി പോടി എന്റെ മുമ്പിൽ നിന്ന്. അടങ്ങി കിടക്കവിടെ മാടി. ഇനി നമുക്ക് അപ്പുറത്ത് വിളിച്ചിട്ട് കാണാം. ഇടികിട്ടേന്റെ ഒരു ഗമേ. ഒന്ന് പതിയെ പിടിയടി. ഹിമാറിന്റെ അടിവയറ്റിട്ട് പട്ടാണി കുത്താ കുത്തിയത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥന നെയ്യത്തുമായിട്ട് ഇരിക്കുമ്പോഴാ ആ സെയ്ത്താൻ ഇക്കാന്റെ അടിവയറ്റിട്ട് ഒരു പട്ടാണിക്കുത്ത് കുത്തിയത്. ഇനി എന്തിനു കൊള്ളാം എന്റെ ഇക്കാനെ? എന്റെ പടച്ചോനെ, ആ പോത്തിന്റെ തലയിൽ ഇടുത്തീ വീഴും. വീഴൂലടി.
ഈ ഹംസയെ വീഴ്ത്താൻ അവന് പറ്റൂല. ബാക്കി 3 നിക്കാഹ് നടത്തി കൊടുത്ത് കുഞ്ഞാമനെ നമ്മക്ക് തരാന്ന് പറഞ്ഞ സ്വത്ത് മുഴുവനും അന്റെയും എന്റെയും ഞമ്മളുടെ മോളുടെയും പേരിലാക്കി ഞാൻ ഇവിടെ സുൽത്താനും ഇജി ബീബിയുമായി ഈ നാട്ടിൽ നമ്മൾ വിലസുപടി. അതിനു മുമ്പേ ഇങ്ങളെ ബീരാൻ തട്ടും. പിന്നെ അവനെന്നെ ഞൊട്ടും. ഒരു തൊഴി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒക്കെ ഞാൻ അവനിട്ടല്ലേ താങ്ങിയത്. അതിന്ന് നടുമ്പുറം കണ്ടപ്പോ തന്നെ ഞമ്മക്ക് മനസ്സിലായിക്കണു ഇതെന്താ മനുഷ്യ ഇപ്പൊ ഉള്ളച്ചു നിക്കണ്. അതാണ് ഞമ്മക്ക് പിടിയിട്ടാത്തത്. ഇനി അവൻ പുറകിലൂടെ വന്ന് താങ്ങിയതാവും. എന്താടി ഓനടി അവിടുന്ന് പോത്തിനെ വിട്ടണം അവിടെ. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരുത്തം വന്ന് മുന്നിൽ ചാടിയ മതിയായിരുന്നു. ഒന്നിന്റെ തലയിൽ ഓനെ കെട്ടിവെക്കാല. അല്ലാ, അവിടെ ഒരു വേദന ഇല്ലാതില്ല. ഈ ഗ്രാമത്തിൽ എത്രയോ പണക്കാരുണ്ട്. 2 ജീപ്പ് വാങ്ങിച്ചിട്ടാ ഈ ദുരിതം ഉണ്ടാവില്ല. ടൗണിലാണെങ്കിൽ എപ്പോ വേണേലും പോവാൻ വരെയും ചെയ്യാം. ആ ഹാജിയാരുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. പക്ഷേങ്കില് അയാള് മയ്യത്തായാലും അതുമേ തൊടൂല. നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പുകില് പറയുന്നുണ്ടല്ലോ. എന്താ ജമാലെ? ഏയ് ഒന്നുമില്ല. നിങ്ങളുടെ മൂത്തമോ അഷ്റഫ് എന്നാ ദുബായിന്ന് വരുന്ന ചോദിക്കായിരുന്നു. ഓൻ വരാനിഞ്ഞ് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഓൻ വന്നിട്ട് വേണം ഞമ്മക്ക് 2 ജീപ്പ് വാങ്ങാൻ. ഇവിടുത്തെ യാത്രാ ദുരിതമൊക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കും ചെയ്യാം. എന്തേ ജമാലെ? അത് നന്നായി. ഇതേതാ പുതിയൊരു പഹയൻ? ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഒരു ചായ. അല്ല, ഏത് നാട്ടിന്നാ? എന്താ ഇവിടെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാണോ? ഏയ്, ഞമ്മളൊരു വളക്കച്ചവടക്കാരനാ. കൂടെ കുറച്ച് അത്തറും. നിങ്ങൾക്ക് എടുക്കട്ടെ ഒരു അത്തറ്? വേണ്ട, ഞമ്മക്ക് വേണ്ട. കഴിഞ്ഞ തവണ അസറപ്പ് കൊണ്ടുവന്ന അത്ര തന്നെ ഇപ്പൊ പെട്ടി കിടക്കുക. അതിപ്പോ എങ്ങനെ അടിച്ചു തീർക്കുന്ന നമ്മൾ ആലോചിക്കുന്നത്. അത് സാരല്ല ഹാജരെ, നിങ്ങളത് ഇങ്ങോട്ട് കൊടുത്തോളി, ഞമ്മൾ അടിച്ചു തീർത്തോളാം. അത്ര അടിക്കണ കാര്യ ജമാലെ നമ്മള് പറഞ്ഞത്. അല്ലാണ്ട് വൈകുന്നേരം തൊപ്പി ഊരി വെച്ച് നിപ്പൻ അടിക്കണ കാര്യല്ല. പിന്നെ അനക്ക് കച്ചവടം നടത്താൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയാ ഈ അത്തറും ബാളയും മുഴുവൻ വാങ്ങുക. കുഞ്ഞാമനയുടെ വീടാണോ? അത് തന്നെയെന്ന്. എന്റെ മോനൊന്നും ഇങ്ങോട്ട് വന്നേ. എന്റെ മോനൊരു കാര്യം ചെയ്താൽ മതി. ദേ, ആ വളവ് കഴിഞ്ഞ് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. കുഞ്ഞാമിനെ ഇവിടെ ഒരു പറഞ്ഞു തരും. പടച്ചോങ്ങളെ രക്ഷിക്കട്ടെ. രക്ഷിക്കട്ടെ, അന്നീൻ രക്ഷിക്കട്ടെ. അല്ല, ഒന്ന് അവിടെന്നേ. എന്താ എന്റെ മോന്റെ പേര്? പിന്നെ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ സദ്ദാം. സദ്ദാമോ? ഓനൊക്കെ മയ്യത്തായിട്ട് കാലം കുറയായില്ലേ. ജമാലെ വാ, ഓന്റെ അവസ്ഥ എന്താന്ന് നമുക്ക് നോക്കാം. പുലിക്കൂട്ടിലേക്കല്ലേ നമ്മളൊരു പൂച്ചക്കുട്ടിനെ വിട്ടിക്കണ്. എന്നിട്ട് വരീന്ന് വരി. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇന്ന് നമ്മുടെ കടയ്ക്ക് ഇനി അവധി. ഇതെന്താ ഉമാരൊക്കെ എന്റെ പിന്നാലെ? എന്തോ ഒരു വശപ്പശക ഉണ്ടല്ലോ. വരണടുത്ത് വെച്ച് കാണാം. ഇതെന്നതായി തലയില്? പഞ്ഞിയോ? വേണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളോട് കളി വേണ്ട. ഞാൻ പറയുന്നത് കേക്ക്. കുഞ്ഞാമിനാത്ത, നമ്മുടെ കുഞ്ഞാമിനാത്ത. എന്താണ്ട ഹിമാറെ? കുഞ്ഞാമിനാത്ത മയ്യത്തെ. ബാക്കി പിന്നെ വട്ടാം കേട്ടോ. എന്താണ്ട സൈത്താന ഈ കാര്യം പറ. നിങ്ങളുടെ സമയം തെളിഞ്ഞ് ഒരു ഇര വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പേര് സദ്ദാം. സുന്ദരൻ, സുശീലൻ,
അവിവാഹിതൻ. കുഞ്ഞാമിനയുടെ വീട്ടിലേക്ക് അവൻ പോയേക്കണ്. ഇപ്പൊ എറിഞ്ഞ നിങ്ങളുടെ വലയെ തന്നെ അവൻ കുടുങ്ങും. എങ്ങനെയെങ്കിലും ഓന്റെ തലയിൽ ഒന്നിനെ പൊടിപ്പിക്കണം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആളുകൾ ഓരോന്നായിട്ട് വന്നു പോകുന്നുണ്ട്. വീരാനെ എന്താ വീടിന്റെ പടിക്കൽ ആൾക്കൂട്ടം? അപ്പൊ തള്ള മയ്യത്തായി എന്ന് ഉറപ്പായി. പോത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. മയ്യത്തും കെട്ടില് ബിസി ആണോ ആവോ? അന്റെ പേരെന്താ? സദ്ദാം. വീട്ടിലാരൊക്കെയുണ്ട്? ബാപ്പ ഉമ്മേ, ഞാൻ ഒറ്റ മോനാ. നിന്ന് ചിരിക്കാണ്ട് ബല നോക്കി. ഈ തള്ളേന്റെ ഒന്ന് കിട്ടിയ എന്റെ മയ്യത്ത് ഉറപ്പാ. വാ നമുക്ക് നോക്കാം. ഏയ് അല്ലോ, ദേ, ഇത് നോക്കേ. ഞമ്മള് കാണിച്ചരാ. പടച്ചോനെ, പോനൊന്ന് സൈസാക്കി തരണേ. ആ നീ ഇതെടുത്തോ. ദേ ഇത്. ആ ഞാൻ ഒരു പാവം വളക്കച്ചവടക്കാരനാ, ഇന്നൊന്നും ചെയ്യരുത്. ഞാൻ ഇവിടുത്തെ മൂത്ത മരുമൻ. ഇറച്ചിവെട്ടാണ് ജോലി. പേര് പോത്ത് ഹംസ. കണ്ടാ തോന്നൂലാട്ടാ. ആ നിങ്ങൾ വെള്ളം നോക്കി. നമ്മുടെ സ്വന്തം ആളാ. ആ തിന്നോളി. അതെടുത്തോളി. നല്ല ചൂടുള്ള പഴമ്പുര. എന്തായാലും അസ്രസ്കാരത്തിന് മുമ്പ് തന്നെ നമുക്ക് മയ്യത്ത് എടുക്കാമല്ലോ മൂലരെ. അതിനെന്താ, എടുക്കാലോ. അപ്പൊ ഇന്ന് രാത്രി തന്നെ സ്വത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പോത്തിനെ എങ്ങനെയൊന്ന് ഒഴിവാക്കും പഠിച്ചോനെ. പെട്ടെന്ന് പോന്നോളി, പെട്ടെന്ന് പോന്നോളി. നോക്കാചാരെ, വീര മയ്യത്തും കെട്ടിനുമായിട്ടാ വരണത്. ഇന്നിവിടെ എന്തേലുമൊക്കെ നടക്കും. ഹജരെ അല്ലാ, ഉമ്മ പോയേ. ഇനി ഈ കാണായ സ്വത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൈകാര്യം ചെയ്യൂ? എന്റെ വളയുടെ കാശ്. പഠിച്ചോനെ, മയ്യത്ത് എനിക്ക് ഒന്ന് balയുടെ കാശ് കൊടുക്കണം. കിയാമത്ത് നാളായിന്ന് തോന്നണേ. ആരാടാ മയ്യത്തായത്? ഉമ്മ മയ്യത്തായില്ലേ? അന്റെ ബാപ്പയാടാ മയ്യത്തായത്. ഓടിക്കോ മൂല്യാരെ. ഇത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതാ എന്നെ കൊണ്ടുപോകേണ്ടി വരും. സംഗതി ഹലാലായി എന്നാ തോന്നുന്നത്. അന്റെ ഉള്ളിലിരിപ്പ് ഞമ്മക്കറിയടാ സൈത്താമാരെ. എന്റെ മക്കളുടെ കല്യാണവും കഴിഞ്ഞ് അന്റെയൊക്കെ പോകെ കണ്ടിട്ട് ഈ കുഞ്ഞമ്മനെ മയ്യത്താവുള്ളടാ. സദ്ദാമല്ലേ പണത്, ഓനെ വിട്ടാ ശരിയാവൂല. നിങ്ങൾ എന്താ ഹംസക്കി പറയണേ? എന്റെ ബാപ്പയോടും ഉമ്മോടും ചോദിക്കാതെ ഞാൻ ഓളെ നിക്കാഹ് വെക്കേ. നടക്കണ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. എടാ ഹമുക്കെ, നമ്മൾ എന്റെ സുൽപ്പത്തിനെ നിക്കാഹ് കഴിക്കുമ്പോ എന്റെ വാപ്പാനോട് മറുപടി ചോദിച്ചിട്ടാ? അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നു. അതിനെന്താ, കിളി പോലത്തെ കൊച്ചിനെയല്ലേ അംസക്കാക്ക് കിട്ടിയത്. സംഗതി അലവി മീൻചാറും പോലെയാണെങ്കിലും ജീവിതം സുഖല്ലേ. നിങ്ങള് സ്വത്തിന്റെ കാര്യം പറയാം അംസക്ക. ഈ ഒരു കാര്യം മനസ്സിലാക്ക, കുഞ്ഞാമിന തന്റെ മൂന്നാമത്തെ മോടെ നിക്കാഹ് കഴിച്ച അനക്ക് ഒരുപാട് ഗുണുണ്ട്. എന്തു ഗുണം? ബാക്കി 2 മക്കളുടെ നിക്കാഹ് ആര് നടത്തി കൊടുക്കണ്? ഓർക്കാ സ്വത്ത്. അത് നമ്മൾ നടത്തി കൊടുക്കും. ആ പൊരയും പറമ്പും കൂടി ഒരു 50 ലക്ഷം ഉറുപ്പ്യ മതിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ നിക്കാഹ് കഴിക്ക്. ഇതൊക്കെ നടക്കുവോ? നടക്കും. നടക്കണേണെങ്കിൽ സ്വത്തിന്റെ പാതി എനിക്ക് കിട്ടണം. അതെ, കിട്ടണം. കിട്ടും, കിട്ടും. അങ്ങനെ ഒരുത്തന്റെ ജീവിതം കൂടി കട്ടപ്പോഹ. മൊഞ്ചത്തിയാളെ നിന്റെ മൈക്കണ്ണിൽ പൂവിരിഞ്ഞത് തഞ്ചത്തിൽ ഞാനെടുത്ത് കൽവിൽ വെച്ചു. മൊഞ്ചത്തിയാളെ നിന്റെ മൈക്കണ്ണിൽ പൂവിരിഞ്ഞത് തഞ്ചത്തിൽ ഞാനെടുത്ത് കൽവിൽ വെച്ചു.
വന്നൊന്ന് നിൽക്കുമ്പോൾ കൊഞ്ചി നീ എന്നരികെ വന്നൊന്ന് നിൽക്കുമ്പോൾ പഞ്ചാര ചീഞ്ഞ കളർ വെള്ളം കൊണ്ട് പൊക്കണോന്നെടുത്ത് അങ്ങനെ ഹസീനയുടെ നിക്കാഹും കഴിഞ്ഞു. ഇനി ബാക്കി 2 എണ്ണം കൂടിയുണ്ട്. അതും ആ ഹിമാർ ഹംസ കൊണ്ടുപോയാ ഞാൻ പെട്ടിയും കിടക്കെടുത്ത് പെരുവഴിയിൽ ഇറങ്ങേണ്ട വരും. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു പകയനെ കാണിച്ചു തന്നെ പടച്ചോനെ. വെരി ഹോട്ട്. ഹായ് കുമാരേട്ടാ, ഞാൻ എത്തി. അല്ല, ആരിത്? അഷ്റഫാ? അതെ കുമാരേട്ടാ. അല്ല, ഇങ്ങക്ക് ഈ ചായപ്പൊടി ഇതുവരെ നിർത്താറായില്ലേ? ജീവിക്കണ്ടേ മോനെ? അതും ശരിയാ. അല്ല, ആരാ ഇരിക്കണേ? ആരാ കുമാരേട്ടാ ഇത്? അത് നമ്മുടെ വടക്കലെ ജുബൈദിന്റെ ഉപ്പ. ഓ, ആ ഉപ്പയാണല്ലേ. ഇതങ്ങോട്ട് കഴിക്കേ. ഞമ്മള് വന്നതിന്റെ ഒരു സന്തോഷം. അതെ, ഈ അങ്ങ് മൊഞ്ചായിട്ടുണ്ടല്ലോടാ. എന്ത് ചെയ്യാനാ, ഫുൾ ടൈം എസിയിലല്ലേ. 1 മിനിറ്റ്. ഇതാരാ? ജമാൽ, ഹൗ ആർ യു? നീ പറഞ്ഞു വിട്ട സാധനം ഇക്ക തന്നിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, വൈകിട്ട് കാണണം. ഇവന്റെ ഒരു കാര്യം. Come on. പരിധിക, നമ്മൾ എത്തിയട്ടോ. പീപ്പിൾ, ഈ ഏത്തപ്പഴം മാറ്റി വല്ല ഈന്തപ്പഴം വിടൂ. ഈ ബനാനയുടെ ഒരു കാര്യം. ഇവിടെ പുല്ലെടുത്ത് നടക്കാതെ ഗൾഫിലെങ്ങനെ പോയി പണിയിടാ. നീ എന്റെ പാടോക്കടാ. ആരും കേട്ടില്ല, ഭാഗ്യം. ഹായ് ഹംസക, ഹൗ ആർ യു ഹംസക? നിങ്ങളെന്താ ഈ വെള്ളം നിറച്ച ബലൂൺ പോലായി പോയത്? അല്ല, ഞമ്മക്കൊരു സംശയം. ഈ ഇറക്കണ പോത്തിനല്ല ഈ തന്നെ തിന്ന് തീർക്കുക? എന്ത്? അല്ല മോനെ, ഈ തടി ഒന്ന് കുറയണ്ട ശ്രഫേ. അതിന് പേടിക്കണ്ട, തടി കുറയാനുള്ള മരുന്ന് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയ്ക്ക് മൂർച്ചയില്ലായിരുന്നു, അങ്ങനെ പറ്റിയതാ. ഈ പണ്ടത്തെക്കാലം ഉയരം കുറഞ്ഞോ? ഉമ്മ മുഴുവൻ ഞമ്മടെ കഴുത്തിലാണല്ലോ കിട്ടിയത്. അതെ, മുഖത്ത് കൊടുക്കാൻ പറ്റിയൊരു മുതലേ എന്റെ പൊരയിലുണ്ട്. അത് ശരി. അപ്പൊ ഈ ഇപ്പോഴും കുഞ്ഞാമ്മയുടെ 2ാമത്തെ മോളെ തന്നെ വെച്ചോണ്ടിരിക്കുക? അതെ. എന്ത്? ഏയ്, അപ്പൊ എന്റെ ജീവിതം പോയല്ലേ. ഞാൻ വിചാരിച്ചു നീ അതിനെയൊക്കെ മൊഴിചൊല്ലി കാണുമെന്ന്. അതൊക്കെ പോട്ടെ, ആയിട്ട് കാണണം. ഞാനിവിടെ ഒരു 3-4 മാസമൊക്കെ കാണുവേ. ഓക്കെ, ഡ്രൈവർ വണ്ടി ഇട്. അപ്പൊ എല്ലാവരോടും താൽക്കാലികമായി ബൈ. എന്റെ ജീവിതം പോയി എന്നല്ലേ. അന്നെ കൊണ്ട് കുഞ്ഞാമനയുടെ 4ാമത്തെ മോള് ഫസീലാനെ ഞാൻ നിക്കാഹ് കഴിപ്പിക്കൂടെ ഗൾഫുകാരൻ പന്നി. എനിക്കിത്തിരി വെള്ളം വേണം. ഞാൻ ഇപ്പൊ വരാം. രക്ഷപ്പെട്ടു. അല്ല ഫസീല, അനക്കിവിടെ ബോറടിക്കണ്ടല്ലേ? എന്താ ചെയ്യാ, എന്റെ വിധിയായി പോയില്ലേ. കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോവാന്ന് വെച്ചാ ഉമ്മ വിടണമില്ല. ഓ, അതിനൊക്കെ പോയി കളക്ടറാൻ പോവല്ലേ. ഇജ്ജൊരു കാര്യം പറഞ്ഞ. എന്ത്? നമ്മുടെ അഷറഫ് ഗൾഫിന്ന് വന്നേക്കണെന്ന്. ഏത് അഷ്റഫ്? കടച്ചോനെ കൊയഞ്ഞ. എടി, നമ്മുടെ ഹാജിയാരുടെ മോൻ. അവൻ ഇന്ന് കടയിൽ വന്നു. അന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചേക്കണ്. സംഗതി അപ്പൊ തന്നെ എനിക്ക് പിടികിട്ടി. എന്ത് പിടികിട്ടി? ഉന്തം. എടി, അവന് നിന്നോട് മുഹബത്താണെന്ന്. അതേന്ന്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഓൻ ഗൾഫിൽ പോണതിന് മുമ്പ് തുടങ്ങിയതാ. അനക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ല? അപ്പൊ ഇത് സംഗതി ഓക്കയാടാ അച്ചറപ്പേ.
അല്ല അസ്രപ്പേ, അനക്ക് ഗൾഫിൽ കോയൊന്നും കിട്ടാറില്ലേ? അതെന്താ ബാപ്പ അങ്ങനെ ചോദിച്ചേ? അല്ല, അന്റെ തീറ്റി കണ്ടിട്ട് ചോദിച്ചാ. എന്റെ ബാപ്പ അവിടെ കൂടുതൽ ഒട്ടകമല്ലേ, ഒട്ടകത്തിന്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ മതി. ഒരാഴ്ച കഴിക്കാമല്ലോ. ആ അത് ശരിയാ. അല്ല സുറപ്പേ, ഇബന്റെ കാര്യത്തിൽ എന്താ എന്റെ തീരുമാനം? ഇബൻ എങ്ങനെ കയറൂരി വിട്ടാ ശരിയാവൂല. അവിടെ ഇവിടെയും നടന്ന് ന്യൂസ് കൊടുക്കലല്ലാണ്ട് ഇബനെ കൊണ്ട് ഒരു ഉപകാരം. എന്റെ ബാപ്പ ഇവനെ ഞാൻ ദുബായിക്ക് കൊണ്ടുപോകല്ലേ, എനിക്ക് പണി കുറച്ച് കൂടുതലാ അവിടെ. അറബീന്റെ ഭാര്യയാണെങ്കിൽ വീണ്ടും പറ്റും, അതും ഡബിള്. ഈ അറബിയുടെ ഒക്കെ ഒരു കാര്യം. അനക്കപ്പ അവിടെ അറബി കുട്ടികളെ നോക്കലാ പണി? അതെ. അപ്പൊ കുട്ടികൾ അപ്പിയും മൂത്രമൊക്കെ കോരണ്ടി വരില്ലേ? അതിനാണല്ലോ ഇവനെ കൊണ്ടുപോകുന്നത്. എന്റെ പട്ടി വരും കണ്ട കുട്ടികളുടെ മൂത്രാപ്പിയും കോര. അതൊക്കെ ഈ നാട്ടിൽ ആരറിയാനാണ്? ഇതുപോലൊരു കറുത്ത കണ്ണടിയും വെച്ച് സ്പ്രേയും അടിച്ച് നടന്ന ആരെങ്കിലും പറയോ അനക്ക് അവിടെ മൂത്രം അപ്പിയും കോരലാ പണിന്ന്? ഇവനെ ഇന്ന് ഞാൻ നമ്മള് പറഞ്ഞവന് പിടിച്ചിട്ടില്ല കേട്ടാ. അതല്ല ഓനെ കൊണ്ട് സമ്മതിപ്പിക്കാന്നേ. എരിവും പുള്ളിയില്ലാത്ത വൃത്തികെട്ട ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഉമ്മ വൈകിട്ടത്തേക്ക് ഇച്ചിരി വെച്ചേക്കണേ. ഇവന്റെ നിക്കാഹ് നമുക്ക് ഉടനെ നടത്തണം. 10-27 വയസ്സായി. ഇവൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് നടത്തണം. അതിന് നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? അതൊക്കെ ഉണ്ടടി, ഞാനതോട്ട് ഓർപ്പിക്കാൻ പോവാ. ജി കണ്ടോ? എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞമ്മളെ ഈ കുന്നത്ത് വിളിച്ചോണ്ട് വന്നിട്ട് ഈ എന്താ ഈ കുന്തം മിഴിഞ്ഞ പോലെ നിക്കണത്? സൂര്യനിലേക്ക് ഇനി ഇവിടെ 1/2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അച്ഛനപ്പേ, അന്നെ എനിക്ക് പെരുത്തിഷ്ടമാ. അതുകൊണ്ടാണ് ഈ കാര്യം എൻ്റെ അടുത്ത് മാത്രം പറയണത്. ഈ സത്യം കേട്ട് നീ കൊക്കച്ചാടി മരിക്കൊന്നും ചെയ്തേക്കരുത്. പിന്നെ എൻ്റെ ഉമ്മാക്കും അനിയനും ആരും ഉണ്ടാവൂല. അപ്പൊ എന്റെ ബാപ്പയാ? എൻ്റെ ബാപ്പാന്റെ കാര്യം തന്നെ അച്ഛനപ്പ എനിക്ക് പറയാനുള്ളത്. അന്റെ ബാപ്പ കുഞ്ഞാമനാന്റെ 4ാമത്തെ മോളെ നിക്കാഹ് കഴിക്കാൻ പോവാന്ന്. ഓറ്റാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് 9 വരെ കെട്ടാം. പക്ഷെങ്കില് അന്റെ ഉമ്മാന്റെ അനിയന്റെയും കാര്യം ആലോചിക്കുമ്പോഴാ എന്റെ സങ്കടം. ഈ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാ നീ മനുഷ്യന്മാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ബാപ്പ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പിന്നെ എന്നെത്തിനാടാ നിന്റെ ബാപ്പ നരച്ച മുടി കറപ്പിച്ചേ? ചെറുപ്പക്കാരനാണല്ലേ, പറ. എന്റെ കൽവിൽ നീയാണ് ഫാത്തിമ, നിന്നെ കൽവിൽ. എന്താ ബാപ്പ താടിയൊക്കെ കറുപ്പിച്ചൊരു പാട്ടും കൂത്തും ഒക്കെ? വല്ല പെണ്ണ് കാണാനോ മറ്റേ പോണുണ്ടോ? എന്താടാ ഞമ്മളൊന്നുകൂടെ കെട്ടിയ എന്താ കുഴപ്പോ? ഒരു 5 പേരെ കെട്ടാനും പോറ്റാനുള്ള ആരോഗ്യവും പൈസയും ഒക്കെ പടച്ചോ ഞമ്മക്ക് തന്നിട്ടുണ്ട്. അസറപ്പ നീ എന്താ ഈ ആലോചിക്കണേ? സത്യം ബീരാനൊക്കെ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു മോഹം എന്റെ ബാപ്പാന്റെ ഉള്ളിലുണ്ട്. അല്ല, നീ ഇതിപ്പം ബാപ്പായിട്ട് ചോദിക്കാനൊന്നും പോണ്ട. ഇനി നിന്റെ ബാപ്പാനെ രക്ഷിക്കാൻ അനക്ക് മാത്രമേ കഴിയുള്ളൂ. ബാപ്പ നിക്കാഹ് കഴിച്ച എന്റെ മാനം കളയുന്നതിന് മുമ്പ് നീ അവളെ നിക്കാഹ് കഴിക്കണം. കൊക്കച്ചാടി മയ്യത്തായ ഇപ്പൊ ഞാൻ മയ്യത്തായല്ലോ. പടച്ചോനെ ചതിച്ച ഇവനിനി വീട്ടിൽ പോയി ആകെ ഹലാക്കാക്കുവോ? ഞാൻ നിന്നെവിടെ പറയട്ടെ. പടച്ചോനെ, ഞാൻ പറഞ്ഞത് നുണയാന്ന് അവൻ അറിഞ്ഞ അവൻ എന്നെ തട്ടിയത് തന്നെ. 2 ദിവസം ഇവിടെ നമുക്ക് മാറിയിക്കാം. വയസ്സാം കാലത്ത് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ബാപ്പാ ബാപ്പാ എന്താണ്ടാ എന്താ അവിടെ കടന്ന് അലർന്നത്? ബാപ്പാ, ഞാൻ കേട്ടത് സത്യമാണോ ഇല്ലയോ? എന്താ എന്താ കേട്ടത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം തന്നെ ഞാനും ചോദിച്ചോണ്ടിരിക്കണത്. എന്താ പ്രശ്നം? ബാപ്പാ, ഞാൻ കേട്ട ഈ നിക്കാഹിന്റെ കാര്യം സത്യമാണോ ഇല്ലയോ? സത്യമാണോന്ന്? അതെ, സത്യാണ്. നടക്കൂല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിന് എന്റെ ഉമ്മന്റെ സമ്മതം ആർക്ക് വേണ്ട അവിടെ? ഇതേ കറപ്പം വീട്ടിൽ അബൂബക്കറാജ് കൊടുത്ത വാക്കാ. ഞമ്മളത് നടത്തും. നടത്തും.
മോനെ അഷ്റഫെ നിക്ക്. കണ്ടോ ഓൻ പറഞ്ഞിട്ട് പോണത്? അവനിക്ക് നിക്കാ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഓനെ ഇങ്ങളിങ്ങ് തിരിച്ചു വിളിക്ക്. ഓന്റെ മനസ്സിൽ വേറെന്തോ മോപത്ത് കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണോ നിക്കാഹ് വേണ്ടെന്നും പറഞ്ഞു പോയത്. ഞാൻ ഇനി അസീസിനോട് എന്താണ് പഠിച്ചോനെ പറയാ? അത് നിങ്ങൾ എന്തെങ്കിലും പറയും. അവൻ ആരെ ഇഷ്ടമെന്ന് വെച്ചാ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്ക്. അതെ, അതിനാരായിട്ടാണ് ഒരു മോപത്ത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അതുകൂടി കഴിഞ്ഞാ നമ്മൾ രക്ഷപ്പെട്ട്. അല്ല, അന്റെ വീടിന്റെ ഭാഗത്ത് ഇനി വളക്കച്ചവടക്കാരൊന്നും ഇല്ല സദാമേ? ഉണ്ട്, പക്ഷെ ഒക്കെ നിക്കാഹ് കഴിഞ്ഞോരാ. അതൊന്നും കുഴപ്പമില്ല, കുഞ്ഞാമിനകത്ത് അറിയാണ്ടിരുന്നാ മതി. ഒന്നിന്റെ കൂടെ നിക്കാഹ് കഴിച്ചു കൊടുത്താ പിന്നെ നമ്മൾ ആരാ? അപ്പോ നിക്കാഹ് ഒന്ന് കഴിഞ്ഞതായാലും കുഴപ്പമില്ല അല്ലേ? ഇല്ല, ഒരു വഴിയുണ്ട്. പക്ഷെങ്കില് നിങ്ങൾ എന്റെ കൂടെ നിക്കണം. പിന്നെ നമ്മൾ എന്തിനും എന്റെ കൂടെ ഇല്ലേ? നമ്മക്ക് പുറത്തുനിന്ന് 2 വയസ്സായവരെ കൂടി ഇറക്കണം. ഇറക്കാം. ഈ മനുഷ്യനെ ബജാറക്കാണ്ട് കാര്യം പറയാം. ആഹാ, അത് ശരി. ഇതുവരെ ചായ എടുത്തില്ല. ഓരിപ്പങ്ങ് എത്തും. നിങ്ങൾ ബേജാറാവണ്ട, ഇതെല്ലാം ഇപ്പൊ ശരിയാവും. ഓര് വന്നെന്നാ തോന്നണേ. അല്ലാ കാത്തോളേ. വന്നോളി. അസ്സലാമു വലൈക്കും. വരി വരി വരി. അയ്യേ, എനിക്കൊന്നും വേണ്ട ഇയാളെ. ഇരിക്കി അങ്ങോട്ട് കുത്തിരിക്കി. ഇത് നമ്മുടെ ഹംസക്കനെ പോലെ ഉണ്ടല്ലോ. കളറ് കുറച്ച് കൂടുതലാ, പിന്നെ താടിയുണ്ട്. അനക്ക് എന്താ പണിന്നാ പറഞ്ഞത്? 2 മരക്കമ്പനി ഉണ്ട്, അതങ്ങ് ബേപ്പൂരാ. അതിന്റെ തിരക്കിലൊക്കെ പെട്ട് നിക്കാഹ് കഴിക്കാൻ മറന്നുപോയി അല്ലേ? പിന്നെ കുറെ ബസ്സിൽ ലോറിയുണ്ട്. 10 ബസ്സും 20 ലോറി. കുട്ടിയെ കണ്ടാ ഞമ്മക്കങ്ങോട്ട് പോവായിരുന്നു. ഉപ്പത താടിയും വെച്ച് തൊപ്പിയിട്ട് വന്നിരിക്കണു. ഉപ്പയോ? ആ, ഉപ്പ. ഭാഗ്യം, ഓൾക്ക് നമ്മളെ മനസ്സിലായില്ല. കാര്യം താടിയും വെച്ച് വന്നാ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിച്ചു അല്ലേ? വെറുതെ വിടില്ല. അനക്ക് വേണ്ട ചാടി, ഞമ്മക്കും വേണ്ട. അല്ലോ നോക്കി, ഇന്ന് ഞാൻ 2 കഷണമാക്കും. പഠിച്ചോനെ, ഹംസാക്കാൻ ഇന്ന് ഇത്താത്ത വെട്ടിക്കൊല്ലുന്നാ തോന്നുന്നു. ആരോടൊന്ന് പറയാ? കുഞ്ഞാമിനാത്ത, 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 എന്താടാ? കുഞ്ഞാമിനാത്ത, ഹംസക്കാനെന്ന് കെട്ടിയോള് വെട്ടി ഓർക്കും. നിങ്ങൾ വേഗം ഒന്ന് മൂശാരപ്പറമ്പിലോട്ട് ചെല്ലേ. ഓനെ വെട്ടുമല്ലോ, വെട്ടി നൂർക്കണം. അമ്മാതിരി നെറികെട്ട പണിയാവാൻ കാണിച്ചത്. പഹരിങ് വരട്ടെ, ഓനെ ഞമ്മള് തന്നെ വെട്ടി നൂർക്കും.
ഇവളെന്റെ മയ്യത്തും കൊണ്ടേ പോകുന്ന തോന്നണം. എന്നെ കൊല്ലന്റെ മുത്തേ, നമ്മുടെ മോളെ ആലോചിച്ചിട്ടെങ്കിലും. ഇങ്ങനെ കൊല്ലല്ല വേണ്ടത്, വെട്ടി നുറുക്കണം. ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ഇല്ല, നമ്മൾ വരൂല. നിങ്ങക്ക് വേണ്ടിട്ടല്ലേ ഞാൻ വേഷം കെട്ടിയത്. ഓളെ ആരെങ്കിലും കെട്ടിയാലല്ലേ നമുക്ക് സ്വത്ത് കിട്ടൂ. അതിന് ഇങ്ങളാണ് ഓളെ കെട്ടണത്. പിന്നെ മോക്കും ഇക്കും ആരാ ഉള്ളത്? അങ്ങനെ വല്ല പൂതി ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം എന്നെ മോളെ അങ്ങ് കൊല്ല്. എന്നിട്ട് എന്ത് വേണേലും ആയിക്കോ. വേണ്ട മുത്തേ, എനിക്ക് ഇഞ്ചി മോള് മതി. ഇതാ കള്ള ഹിമാർ സത്താൻ പറഞ്ഞു പറ്റിച്ചതാ. ഇനി ഉണ്ടാവൂല. സത്യം, സത്യം. എന്നാ പിന്നെ ഇങ്ങ ഇറങ്ങി വാ. സത്യം പറ്റിക്കരുത്. ഈ പോത്തിന്റെ നിലയിൽ എന്തായാലും ഇങ്ങനെ ഒരു ബുദ്ധി ഉദിക്കൂല. പിന്നെ ഏത് ദജ്ജാലിന്റെ ബുദ്ധി ആയാലും കൊള്ളാം, അത് ഈ തറവാട്ടിൽ എടുക്കണ്ട. എന്റെ ഈ 5 പെൺമക്കളെ സ്നേഹിച്ച പോലെ തന്നെയാ ഞാൻ എന്റെ മരുമക്കളെ സ്നേഹിക്കുന്നത്. ജോലിക്ക് പോയി പെണ്ണുങ്ങളെ നോക്കാൻ കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കെട്ടിച്ചു തന്നത്. ഇപ്പൊ ബാക്കിയുള്ളവരെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് എന്റെ സ്വത്ത് പങ്കുവയ്ക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. ഇനി ഇതുപോലെ ദജ്ജാലിന്റെ പണിയുമായിട്ട് ആരെങ്കിലും വന്ന എന്റെ മക്കളെ വിധവയാക്കാനും ഞമ്മള് പഠിക്കൂല, പറഞ്ഞേക്കാം. ആരെങ്ങോട്ടും പറഞ്ഞത് കേട്ടല്ലോടാ. നമുക്കുകളെ ആരേക്കടി വഴിയുന്ന. അതെന്താ ഉമ്മ അവസാനം പറഞ്ഞിട്ട് പോയി? മനസ്സിലായില്ല? നിങ്ങളെ തട്ടുന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നിങ്ങളല്ല പറഞ്ഞ താടി വെച്ച് നിങ്ങൾ അറിയൂലെന്ന്. പേടിക്കണ്ട, നമുക്കിനി നിക്കാതെ കഴിയാത്തവരെ തപ്പ. അല്ല ബീരാനെ, നിങ്ങൾ 2 ദിവസം എവിടെ ആയിരുന്നു? അതെ, മൂത്തുമ്മാടെ വീട്ടിൽ ആട് പ്രസവിച്ചു, അതൊന്ന് കാണാൻ പോയതാ. എന്തേ? അല്ല, ആ അഷ്റഫ് ഇക്കാനെ അന്വേഷിച്ച് നടന്നിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അല്ല, ഈ വഴിക്കെങ്ങാനും അവൻ വരുവോ? കട പൂട്ടുന്നതാ ബുദ്ധി. ഇന്നത്തെ വെട്ടെല്ലാം നിർത്തി ഇടിപ്പൊക്കോളി, ബാക്കി പറ്റി തരാടാ. അല്ല ബീരാനെ, എന്റെ താടി മുടിയൊക്കെ നാളെ കട തുറന്നാ വെട്ടാ. ഓനെന്താ ഭ്രാന്ത് പിടിച്ചില്ല? അപ്പാക്കാ ഭ്രാന്ത്. ഓടാന്ന് നെഞ്ചി കിടന്ന് തീ കത്തുമ്പോഴാ അവന്റെ ഒക്കെ താടി മുടി. ബിരാനെ, ബിരാനിക്കാ, ഇമാര് പോയില്ലേ? എന്നാടാ നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കായിരുന്നു 2 ദിവസം? അച്ഛനപ്പ എനിക്കൊരു തെറ്റ് പറ്റി, എന്നെ ഒന്നും ചെയ്യരുത്. തെറ്റ് പറ്റിയത് എനിക്കാ. എന്റെ ബാപ്പാന്റെ മനസ്സ് പഠിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ബാപ്പ ഓളെ നിക്കാഹ് കഴിക്കുന്നത് തന്നെ പറയണത്. ഇനിയിപ്പോ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ. ഇതെങ്ങനെ സംഭവിച്ചു? കളി കാര്യമായ പടച്ചോനെ. ബീരാനെ, എന്നെ സഹായിക്കാൻ ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. നീ ബാപ്പയോട് പറഞ്ഞ് ഇതൊന്ന് മനസ്സിലാക്കണം. ഈ നിക്കാഹിന്ന് നീയായിട്ട് തന്നെ പിന്തിരിപ്പിക്കുകയും വേണം. ഓ, പിന്നെന്താ? അനക്ക് 100 പുണ്യം കിട്ടും. ആയിക്കോട്ടെ, പുണ്യമല്ലേ, ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, പിന്നെ എന്താ കുഴപ്പം? എന്നാ പിന്നെ ഞാൻ വരട്ടെ. തീർച്ചയായിട്ടും. ഓക്കോ, ഒരു വെടിക്ക് 2. ഒന്നുകിൽ ഹാജിയാര് അല്ലെങ്കിൽ മോൻ. എന്തായാലും ഹാജിയാരെ ഒന്ന് എന്ന് കാണാം. എന്താ ഹാജിയാരെ, നിങ്ങൾ മസലൊക്കെ പരിപ്പിച്ച് ചെറുപ്പക്കാരനാകാനുള്ള ശ്രമത്തിലാ? എന്താ, എനിക്ക് ചെറുപ്പക്കാരനായിക്കൂടെ? അന്നേക്കാട്ട് ആരോഗ്യം പഠിച്ചോ എനിക്ക് തന്നെയാണ്ടാ തന്നത്. ഇജേ ഈ തൂമ്പ എടുത്തൊന്ന് കിളച്ചു നോക്ക്, അപ്പൊ എനിക്ക് മനസ്സിലാവും. അതൊക്കെ പോട്ടെ, ഞാൻ കേട്ടത് സത്യമാണ് ഹാജിയാരെ. എന്ത്? നിക്കാഹിന്റെ കാര്യമേ. അപ്പജു അറിഞ്ഞല്ലേ? പിന്നെ സത്യ, ഓൻ ഈ നിക്കാഹിന് വലിയ താല്പര്യമില്ല. ഓന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അസീസിന്റെ മോക്ക് എന്താ ഒരു കുറവ്? അപ്പോ ഇങ്ങടെ നിക്കാഹല്ലേ? 2 ആമക്കള് പോത്തുപോലെ വളർന്നിക്കുമ്പോഴാ നമ്മള് നിക്കാഹ് കഴിക്ക. അപ്പൊ അതാണ് കാര്യം. അശറപ്പ് ബാപ്പാനെ തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യത. എന്താണ് കടന്ന് പിറുപിറുക്കണത്? ഓന്റെ മനസ്സിൽ ആരാ ചേച്ചി വേഗം പറ. ഞമ്മള് പറയാം ഹാജിയാരെ, ഞമ്മടെ മനസ്സിലുള്ളതെല്ലാം ഞമ്മൾ പറയാം. പക്ഷെ ഹാജിയാര് ഞെട്ടരുത്. വീരാനെ വേഗം പറ. അവളാണ് അവന്റെ മനസ്സിൽ.
അവര് തമ്മിൽ മുഹബത്തിലുമാണ്. കുഞ്ഞാമനയുടെ 4ാമത്തെ മോള് ഫസീല. നമ്മള് ഹയാത്തിലുള്ളടത്തോളം കാലം നമ്മളെ സമ്മതിക്കൂല. അതിന് ഇങ്ങടെ സമ്മതം ആർക്ക് വേണം? അവർക്ക് 2 പേർക്കും പിരിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്റെ ബദരീങ്ങളെ ചതിച്ചാ? ചതിച്ച് ആചാര്യ ചതിച്ച്. അവൻ എന്നും രാത്രി 10 മണിക്ക് ഓളെ കാണാനായിട്ട് കുഞ്ഞാമനയുടെ വീട്ടിൽ വരാറുണ്ട്. പിന്നെ എന്തൊക്കെ സംസാരിക്കണേം കാണാം. ഇന്ന് രാത്രി ഹാജര് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഓനെ. പക്ഷെ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, പക്ഷേ ഓൻ അവിടെ വരുന്നത് ഞമ്മക്കൊന്നൊന്ന് കാണണം. കാണും, ഞമ്മള് കാണിച്ചു തരാം. എന്റെ പൊന്നശറബേ, എന്റെ ബാപ്പ ഒരു കാരണവശാലും സമ്മതിക്കണില്ല. ഓളെ തന്നെ നിക്കാ കഴിക്കുന്നാണ് പറയുന്നത്. ഈ ബാപ്പ ഇത് എന്തിനുള്ള പുറപ്പാടാ? വയസ്സാം കാലത്തെ ഓരോരോ പൂതികളും. അശറപ്പേ, നീ എന്റെ ഉറ്റ സുഹൃത്താണ്. സത്യമായിട്ടും അന്റെ നന്മയ്ക്കും എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പറയാ. എന്ത്? ഇപ്പൊ ഇത് തടഞ്ഞില്ലെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടൂല, പറഞ്ഞേക്കാം. അറിയാവോ പീരാനിക്ക, എനിക്ക് ഇങ്ങള് മാത്രമേ സഹായത്തിനുള്ളൂ. ഇതിൽ നിന്നൊന്ന് ഊരാൻ എന്തെങ്കിലും ഒരു ബുദ്ധി നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. ഇനി ഒരാൾക്ക് മാത്രമേ നിന്നെ ഈ ഊരാ കുടിക്കുന്ന രക്ഷിക്കാൻ പറ്റുള്ളൂ. അതാർക്കാ? ഫസീലായിക്ക്. ഓക്കി നിക്കാക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സംഗതി ഓക്കെ ആയില്ലേ? പക്ഷേ നീ പകല് വന്ന് ഓളോട് സംസാരിച്ച കുഞ്ഞാമനെ അന്നെ പിടിച്ച് ഓളെ കൊണ്ട് കെട്ടിക്കും. അത് ശരിയാവില്ല. അതുകൊണ്ട് നീ രാത്രി വന്നേച്ചാ മതി. ഓളുമായിട്ട് സംസാരിക്കാൻ ഞാൻ വകുപ്പുണ്ടാക്കി തരാം. എന്താ? മതി, അത് മതി. അപ്പോ രാത്രി 10 മണി ഈ വന്ന് എന്റെ മുറിന്റെ ജനലെ തട്ടിയാ മതി. ബാക്കിയൊക്കെ ഞമ്മളേറ്റ്. എന്റെ പീരാനിക്ക, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതങ്ങനെ ഇങ്ങനെയൊന്നും നീ എളുപ്പം മറക്കൂല അശറപ്പേ. അപ്പ നമ്മൾ പറഞ്ഞ പോലെ രാത്രി 10 മണി. ശരി പീരാനി, ആയിക്കോട്ടെ. അനക്കൊണ്ടടാ അശറപ്പേ, എന്റെ വക ഒരാപ്പ്. എന്തോ മണക്കുന്നുണ്ട്. അതാ കുമാരേട്ടന്റെ വീട്ടിൽ ചാണാക്കുയ്യ. ഒരു ചീഞ്ഞ മണം. എന്റെ ഹംസക്ക, അവര് തമ്മിൽ എന്തോ ആസൂത്രണം ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ശരിയാ. 2 ദിവസമായിട്ട് ഓല് ഒരുമിച്ചുണ്ട്. അതെ, അത് നമുക്ക് കണ്ടുപിടിക്കണം. പടച്ചോനെ, ഈ ശൈത്താൻ നേരത്തെ വന്നു. കാച്ചാരത്തി കാണൂ. ഉറങ്ങിക്കോ. ഇത് ഞാനാ ബീര. എന്താ ബീരാനെ, ഞാൻ പേടിച്ചു പോയി. നീ അവിടെ നിൽക്ക, ഞാനിപ്പോ വരാം. പിന്നെ എന്തെങ്കിലും ഒച്ച കേട്ടാലേ ആ ചായപ്പിക്കര് വിളിച്ചാ മതി. പറ്റിക്കരുത്. നിനക്കിട്ട് ഞാൻ തരാടാ പന്നി. ഈ പോത്തെന്താ ഇന്ന് ഇവിടെ കിടന്നുറങ്ങണേ? കെട്ടിയോള് പുറത്താക്കി കാണും. പടച്ചോനെ, മയ്യത്തായെന്നാ തോന്നണേ.
നിർത്തില്ല. എടാ ഹംസേ, നീ ആ ഗിയറൊന്ന് മാടാ പന്നി. അതെ, നിങ്ങളുടെ മോന്റെ പരിപാടി എന്താണെന്നേ ഞമ്മള് കാണിച്ചു തരാം. വാ നടക്ക്, പയ്യെ പോന്നോ. വായങ്ങോട് ഇപ്പൊ ഞമ്മള് പറഞ്ഞ വിശ്വാസം ആയ നോക്ക്. അവിടെ നിക്ക്. ഇപ്പൊ ഇങ്ങളങ്ങോട്ട് പോണ്ട. അവൻ അവളെ കാണാത്തോണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുമല്ല, കുഞ്ഞാമനാത്താടെ വീടാണെന്നുള്ള കാര്യം മറക്കുമല്ല. എന്നാ ഇനി വിട്ടോളി, വിട്ടോളി. പൊക്കോട്ടെ, പോട്ടെ പോട്ടെ, വിട്ടുപൊക്കോ. എന്താ അല്ല മോളെ, ഒരു ശബ്ദം കേട്ട്. എന്താ അല്ല, പായനെന്തേ? എന്താണുമ്മ? ഞാനൊന്ന് ഇവിടെ പെടുക്കാൻ പോയതല്ലേ, അപ്പഴാ അകത്തുനിന്നൊരു ഒച്ച കേട്ടത്. അല്ലാതെ ചായപ്പിൽ ആരും ഇരിപ്പില്ല. എന്താണ് പറഞ്ഞ് പേടിപ്പിക്കണത്? അതാണ് സത്യം. അങ്ങോട്ട് ആരും പോകരുത്, അവിടെ ആരുമില്ല. വീരാനെ, എന്റെ കള്ളക്കളി ഞമ്മളിന്ന് പൊളിക്കും. മാറിക്കടാ, കേറി നോക്കടാ. അല്ലോ, അനക്ക് ഈ പാതിരാത്രിയില് ഇന്റെ പുറയിൽ എന്താണ് കാര്യം? ഞാൻ എന്റെ ബാപ്പാന്റെ കാര്യം പറയാൻ വന്നതാണ്. എന്റെ ബാപ്പാന്റെ കാര്യം പറയാൻ എന്തിനാണ് എന്റെ പുറയിൽ വരുന്നത്? ആണോ സത്യം? ഞമ്മള് പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ഫസീലാനെ ഒന്ന് കാണാൻ വന്നതാ. സത്യം. എടാ, എന്റെ കുഞ്ഞനീത്തി വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞമ്മള് എന്റെ വീരാനിക്ക ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. വീരാനിക്ക, അതെ, ഇവൻ ഫസീലാനെ കാണാൻ തന്നെ വന്നത്. പിന്നെ അതിനകത്തൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ഞമ്മക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്തോ ഒരു ഗുരുമാലുണ്ടെന്ന്. എന്താ കുഞ്ഞാമിന, പാതിരാത്രിയിൽ ബടുക്കളൊക്കെ കൂട്ടിട്ട് നമ്മളെ കൂടിയില് ഫസ്റ്റ് ഇജുണ്ടോ? ഈ നിക്കണതിൽ ഏറ്റവും ബെടക്ക് നിങ്ങളുടെ മുടിഞ്ഞ മോന. ദേ, ഞമ്മളെ കുടിയിലെന്ന് വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛന് പോയതൊക്കെ ഞമ്മളങ്ങോട്ട് മറക്കും. പറഞ്ഞേക്ക ഞാൻ. അതിങ്ങൾ മറന്നോളി. ഒപ്പം നിങ്ങളുടെ മോൻ അഷറഫിനെ, ഓനും നിന്റെ മോള് ഫസീലും തമ്മിലുള്ള നിക്കാഹ് നാളെ ഞാൻ നടത്തും.
ഓനിപ്പൊ എന്റെ പൊരയില് ഇവിടെ കാണാൻ വന്നിരിക്കണ്. അത് എല്ലാവരും ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് മാത്രം നമ്മൾ സഹിക്കൂല. അതിന് നിങ്ങൾക്ക് എന്ത് ന്യായ പറയാനുള്ളത്? ഓൻ വന്നത് നാട്ടുകാരൊക്കെ കണ്ട സ്ഥിതിക്ക് എന്റെ മോൾക്ക് ഇനി ഒരു ജീവിതം കിട്ടൂല. അതുകൊണ്ട് ഇവൻ തന്നെ എന്റെ മോളെ നിക്കാഹ് കഴിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാമിനത്തായുടെ മോളെ അഷ്റഫ് തന്നെ കെട്ടണം. അത് നേരെ ഓൻ തന്നെ കെട്ടണം. അഷറഫ് ഓളെ കിട്ടിയ ഞമ്മള് കുടുങ്ങും. ഓൻ ബീരാന്റെ ആളല്ലേ? അതും ശരിയാണല്ല. ഇനി ബാപ്പ കൂടുതൽ നാണക്കേട് നിൽക്കണ്ട, ഈ നിക്കാന് സമ്മതിച്ചോളി. അല്ലെങ്കിൽ തന്നെ കുഞ്ഞാമിനത്തയുടെ മോൾക്ക് എന്തോ ഒരു കുറവ്. ഹിമാറെ ഓന്റെ കല്യാണക്കാരൻ തീരുമാനിക്കുക ഇയ്യാരണ്ട, തലയിരിക്കുമ്പോ ബാലാടണ്ട. ഇങ്ങോട്ട് വാടാ, ആനക്കോളെ കെട്ടണ്ട, കെട്ടണോന്ന്. ബാപ്പ കെട്ടണതിലും ഭേദമല്ല ഞാൻ കെട്ടണത്. എന്താണോ ഈ പറഞ്ഞത്? ഞമ്മള് കെട്ട്. അതെ, ബാപ്പ അവളെ നിക്കാൻ ആലോചിച്ചല്ലേ? അല്ലോ, നമ്മുടെ ജീവിതം പോയി. ഞമ്മക്കിനി ജീവിക്കണ്ട, നമ്മള് മരിക്കാൻ പോവാ. എന്റെ വിവാദു ചതിക്കരുത്. നല്ലാണ് നേരം ഞമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ഇജി മാത്രം മതി. കള്ള ഹിമാറ അനക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. വിവാദു ഒന്നും ചെയ്യല്ലേ വിവാദു. ദാശറപ്പേ, എന്താ എന്റെ തീരുമാനം? കെട്ടിയില്ലെങ്കിൽ കെട്ടെടുത്ത് കണ്ടിട്ട് പൈസ കിട്ടൂല. അന്നെ നമ്മൾ വെട്ടി നുറുക്കി കച്ചവടം ചെയ്യും. ഞാൻ ഇവളെ നിക്കാഹ് ചെയ്തോളാം കുഞ്ഞാമിനത്ത. മോളെ, ബാപ്പാനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വിട്ട സദ്ദാമേ. എല്ലാരും മാറിക്കേ. നീയാടാ ആൺകുട്ടി. പൂനിലാവ് പോലെ എൻ പാരിജാതം പോലെ മാരിവില്ല് പോലെ നിന്നിക്കാഹെത്തി. പൂനിലാവ് പോലെ എൻ പാരിജാതം പോലെ മാരിവില്ല് പോലെ നിന്നിക്കാഹെത്തി. അഴകുള്ള റാണിയാണ്, അരിമുല്ലപ്പൂവാണ്, അരുമത്തേൻ കനിയാണവൾ. എന്താടി എന്താ ഉണ്ടായത്? ഉമ്മ, ഇത് നോക്കിയേ. എന്റെ റബ്ബേ, എന്താടാ, ഒന്ന് ഉറക്കം വായിക്ക്. പോയടാ, എല്ലാം പോയടാ ഹംസേ. ഇനി നമ്മൾ സ്വത്തിന് വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് ഒരു കാര്യമില്ല. എന്താ അഞ്ചാമത്തോള് പോയി? എവിടേക്ക്? ആ ഹാജാരുടെ മോൻ ബഷീറിന്റെ കൂടെ ഒളിച്ചോടി പോയത്. അല്ല, അവൻ ചെയ്ത് വലിയ ചതിയല്ല. അവൻ ചെയ്തതാണ് ശരി. സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ചില്ലല്ലോ. ആണുങ്ങളെ പോലെ ഇറക്കിക്കൊണ്ട് പോവല്ലേ ചെയ്തത്. നിങ്ങൾ ഓരോ നിക്കാഹ് നടത്തി. അവനെ എന്റെ അനിയനാ. ഇനിയിപ്പൊ സ്വത്ത് കിട്ടാനുള്ള ഭൂരിപക്ഷം നോക്കി അവനെ തേടി പോയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ സ്വത്തിന്റെ കാര്യം? പാതി സ്വത്ത് തരാന്ന് പറഞ്ഞിട്ടില്ലേ ഹംസക്ക നിങ്ങൾ എന്നെ കുടുക്കിയത്? എനിക്ക് കാലെങ്കിലും കിട്ടണം. എടാ ഹംസേ, നീ ആ പോത്തിനെ ഇറക്കുമ്പോ 2 കാലെടുത്ത് ഇവൻ അങ്ങോട്ട് കൊടുക്ക. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് സ്വത്ത് പാതി പാതി എടുക്കാലോ. വിടൂല ഞാൻ, ഒന്നിനെ വെറുതെ വിടൂല ഞാൻ. എന്റെ ബീരാനെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലിച്ചാകാതെ സ്വത്ത് എല്ലാവർക്കും തുല്യമായി വീതിക്കാനുള്ള കാര്യം ചിന്തിക്കേ. അല്ല പിന്നെ അതും നേരാ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചു. ഹംസേ, ഇനി ഇവിടെ ഇതേ നടക്കുള്ളൂ. പടച്ചോൻ എന്റെ കൂടെയുണ്ട്. ബഷീർ എന്റെ മോളെ പൊന്നുപോലെ നോക്കും, അതെനിക്ക് ഉറപ്പാ. ഉമ്മയുടെ എല്ലാ ഭാരം തലേന്ന് ഇറക്കി വെച്ച സ്ഥിതിക്കേ ഞങ്ങൾക്ക് വല്ലതും ഉണ്ടാവുമായിരിക്കോ തരാൻ സ്വത്തിന്റെ?
പറഞ്ഞതേറ്റു പോയല്ലോ അല്ലേ? അതെ, എനിക്ക് വടക്കേപ്പറമ്പ് തന്നച്ചാ മതി. നല്ല ഒരു പുതിയ പുര വയ്ക്കണം, അല്ലാതെ ഈ പഴഞ്ചനൊന്നും എനിക്ക് വേണ്ട. ഏത് പറമ്പെടുത്താലും കൊള്ളാം, എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കണം. അതെ 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 അതെ. ആരും ആർത്തി പിടിക്കണ്ട, എല്ലാവർക്കും കിട്ടും. എല്ലാരും ഉമ്മയുടെ മക്കള് തന്നെയല്ലേ? അത് നേരാ. നമ്മൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി. കാര്യങ്ങളെല്ലാം ഇവരും കൂടി മനസ്സിലാക്കിയിരിക്കട്ടെ. എന്ത് കാര്യം മനസ്സിലാക്കാൻ ഇയാൾ ആരായത്? ഇക്ക പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കാണ്. എന്റെ മക്കളുടെ എല്ലാം നിക്കാഹ് കഴിഞ്ഞു. ഇറങ്ങുക. ഇനി ഒരു നിമിഷം പോലും കുഞ്ഞാമ്മൻ എവിടെ നിൽക്കുന്നില്ല. കെട്ടിയോൻ പോയപ്പോ മക്കളെയും കൊണ്ട് ജീവൻ ഒടുക്കാൻ പോയ എന്റെ മുമ്പിലേക്ക് പടച്ചവും പറഞ്ഞു വിട്ടതാ നിങ്ങളെ. മക്കളെയെല്ലാം ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഈ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞ ആ ഔദാര്യം നമ്മൾ മറക്കൂല. ദാ ഈ വീടിന്റെ പ്രമാണവും താക്കോലും. കഴിഞ്ഞ 20 വർഷമായിട്ട് എന്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ നമ്മൾ ഈ വീടിനെ സ്നേഹിച്ചത്. അത് ഞമ്മക്കറിയാലോ കുഞ്ഞാമന, അതുകൊണ്ടല്ലേ ഈ പ്രമാണം വരെ എന്റെ കയ്യിലേൽപ്പിച്ചത്. എന്നാ ശരി. എന്നാലും ഇത്രയും വലിയ കൊലച്ചതി ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതല്ലേ? പെമ്മക്കളൊക്കെ കെട്ടിച്ചുവിടാൻ ഞങ്ങളെ കരുവാക്കായിരുന്നില്ലേ? ഒരിക്കലും നിങ്ങളെ നമ്മളെ വലലാക്കി, പക്ഷേ ഇത് നമുക്ക് ഓർക്കാൻ കഴിയൂല. അതെ, ഈ കുഞ്ഞാമിന നിങ്ങളെയൊക്കെ ചതിക്കായിരുന്നു. പെറ്റുതഞ്ചും പെണ്ണായപ്പോ ഇവരുടെ വാപ്പ പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവരെല്ലാം പോറ്റി വലുതാക്കി ഓരോരുത്തരുടെ കയ്യിലേൽപ്പിക്കാൻ വേണ്ടി തന്നെയാ ഈ കുഞ്ഞാമൻ ഇത്രയും കാലം ജീവിച്ചത്. വരുന്നവരും പോണവരും കേറി കിടക്കുന്ന വീടാണെന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ തന്റെ ഇടവും സാമർത്ഥ്യം ഒക്കെ കാണിച്ചത്. അല്ലാതെ കുഞ്ഞാമ്മന് ചെയ്താനൊന്നുമല്ല. എന്റെ മക്കള് ഇങ്ങടെ കെട്ടിയവന്മാര് പറയുന്നത് പോലെ ജീവിക്കണം. എന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹാണ് ഈ ഉമ്മ നടത്തിയതെങ്കിൽ ഈ ഉമ്മയുടെ മക്കള് ക്ഷമിക്കണം. ഈ ഉമ്മാനെ ശപിക്കൊന്നും ചെയ്യരുത്. ഉമ്മ എന്റെ മക്കളെ എല്ലാവർക്കും മക്കളൊക്കെയായി അവര് വലുതായി കഴിയുമ്പോ ഈ കുഞ്ഞാമ്മയുടെ കഥ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മ ഇറങ്ങ. ഉമ്മ 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 പോകണ്ട. ഉമ്മ ഉമ്മ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഉമ്മാനെ ഞങ്ങൾക്ക് വേണം. ഉമ്മ ഞങ്ങളെ വിട്ടു പോയ ഉമ്മാക്ക് പിന്നെ ആരാ ഉള്ളത്?
നിങ്ങളുടെ കെട്ടിയന്മാരെക്കാളും എല്ലാരെക്കാളും വലിയ ഒരാള് ഉമ്മയുടെ കൂടെയുണ്ട്. പടച്ച ആള് നോക്കിക്കോളി കുഞ്ഞാമിനാന്. എന്റെ മക്കളെ ആരെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നില്ലല്ലോ. കണ്ണാടിച്ചില്ലോലും സ്വപ്നങ്ങളാൽ തീർത്ത കൊട്ടാരക്കെട്ടിലെ സുൽത്താനാവാൻ കുന്നോളം മോഹങ്ങൾ ഒന്നായി വളർന്നല്ലോ. കിന്നാരപ്പൂമുല്ല പൂവിട്ടല്ലോ. കണ്ണോരം കണ്ടപ്പോൾ കരളിൽ കൊണ്ടു. കനവായി വിരിഞ്ഞപ്പോൾ മനസ്സും തന്നു. കണ്ണോരം കണ്ടപ്പോൾ കരളിൽ കൊണ്ടു. കനവായി വിരിഞ്ഞപ്പോൾ മനസ്സും തന്നു. കണ്ണാടിച്ചില്ലോലും സ്വപ്നങ്ങളാൽ തീർത്ത കൊട്ടാരക്കെട്ട്